ഈ സ്ഥലമൊക്കെ പാറ പൊട്ടിച്ചിട്ട് ഇത്ര ഡേഞ്ചറസ് ആയിട്ട് സ്ഥലം പാറ പൊട്ടിച്ചിട്ടാണ് ഈ കുന്നിൻ്റെ പൊക്കത്ത് നിരത്തിയേക്കുന്നത്. ഇവിടെ കുഴിയെടുത്തിട്ടേക്കാണ്. ഇതാണ് സ്ഥിതി. ഇവിടുന്ന് ഈ മലയാമറ്റ താഴേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം ഇതിൻ്റെ അക്കരക്കുന്ന് ഒന്നും ഉണ്ടാവില്ല. ഈ പുഴ ഗതിമാറി ഒഴുകും. ഇത് നേരെ ആ കുന്നിലേക്ക് പോകും. ആ കുന്നുകളും ആ ജനവാസ കേന്ദ്രങ്ങളും മൊത്തം തകർത്തെഴുന്നിട്ടേ പുഴ പോവുള്ളൂ. ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം നല്ല സ്റ്റോർ ചെയ്യും. ഇതിലൂടെ വെള്ളം പോയിട്ടുണ്ട് താഴേക്ക് കണ്ടോ. ആ ഇവിടെ ഇതേപോലെ തന്നെ മണ്ണ് കൂട്ടിയിട്ടായിരുന്നു. ഈ മണ്ണെല്ലാം ഒഴുകി താഴേക്ക് പോയിട്ടുണ്ട്. അവിടെ ഷീറ്റിട്ട് മൂടിയതാണ്. ആ ഷീറ്റാണ് ഇതുണ്ട് താഴെ കിടക്കുന്നത്. ഇവിടെ നല്ല ഒരുമാതിരി രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഒച്ച കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് കയറിയത്. അങ്ങനെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. പിന്നെ ഇതൊരു അമ്പലത്തിൻ്റെ സ്ഥലമാണ്. ആ സ്ഥലത്താണ് കൊണ്ടിട്ട് ക്ലോസറ്റ് വരെ പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊക്കെ അവർ പവിത്രതയോടെ നോക്കുന്ന സ്ഥലമല്ലേ. ഇതാണ് ഇവിടുത്തെ ഇതുണ്ടോ, ഇതാണ് ചാല്. മുകളിലെ ബിൽഡിങ്ങിൽ നിന്ന് വെള്ളം ഈ ചാലുകട ഒഴുകിയിട്ടാണ് നേരെ ഇങ്ങനെ പോയേക്കുന്നത്. ഭയങ്കര അവസ്ഥ തന്നെ. ഇത് വേറൊരു മുണ്ടക്കൈ ആകാണ്ട് ഇപ്പം തന്നെ അധികാരികൾ ഇതിൻ്റെ ശ്രദ്ധപ്പെടുത്തിയില്ലെങ്കിൽ, ഈ സ്ഥാപനം പൂട്ടിച്ചില്ലെങ്കിൽ പരിപാടി നടക്കില്ല. ഇതിന് പെർമിഷൻ കൊടുത്ത ആരാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. കാര്യമായ രീതിയിൽ തന്നെ അന്വേഷണം വേണം. ഇതാണ് ഈ മണ്ണ് മുഴുവൻ ഇളക്കിയിട്ടിട്ട് പാറ പൊട്ടിച്ചിട്ട് ഒഴുകിപ്പോയതാണ്. താഴേക്ക് ഒഴുകിയ പാട് കണ്ടോ, ചാലായിട്ട് പൊട്ടിപ്പോയി. അവിടെ പൊട്ടി. ഇതാണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വന്നതാണ്. ഇത് കണ്ടോ. ഇതാരാണ് ഇത്ര ഈ കുന്നിൻ്റെ പൊക്കത്ത് നിർത്താനുള്ള പെർമിഷൻ കൊടുത്തതെന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ്. വെരി ഡേഞ്ചർ. ഇവിടെ ചവിട്ടുമ്പോൾ താന്നുക മണ്ണിൻ്റെ ഇതുകൊണ്ട്. ഇവിടുന്നൊക്കെ വെള്ളം ഒഴുകി വന്നാണ്. ഈ ബിൽഡിങ്ങിലെ വെള്ളം മുഴുവൻ ഇതിലൂടെയാണ് ഇപ്പോൾ ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു നിയമ നടപടികൾ സ്വീകരിക്കണം. ഇതുണ്ടോ, ഇത് മുകളിൽ നിന്ന് പൊട്ടി വന്നേക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ പാറ പൊട്ടിച്ചാണ് കഴിഞ്ഞ വേനക്ക്. ഇതിങ്ങനെ കുത്തനെ മണ്ണ് കൊണ്ടുവന്നിട്ട്, അതായത് അടിയിൽ കണ്ടോ, ഈ പാറ ഇങ്ങനെ ഇതേപോലെയുള്ള പാറകൾ അടിയിൽ കൊണ്ട് നിർത്തിയിട്ട് അശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ പൊക്കത്തേക്ക് മണ്ണിട്ട് ഈ കുന്ന് ആദ്യമേ ചെറിയൊരു കുന്നായിരുന്നു. ആ ബിൽഡിങ് നിൽക്കുന്ന അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മണ്ണുകൾ ഇട്ടിട്ട് കല്ലിട്ട് ഇതേപോലെ തന്നെ തള്ളി കൊണ്ടുവന്നിട്ടാണ് ഈ ബിൽഡിങ് ഇങ്ങനെ ആക്കിയേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവനും സ്വത്തിനും എന്തായാലും സംരക്ഷണം തരണം.